നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 14-ാം തീയതി 1200-ാം ആണ്ട് മേടമാസം 1-ാം തീയതി തിങ്കളാഴ്ച ചോതി നക്ഷത്രം. അപ്പോൾ തിങ്കളാഴ്ച നല്ല ദിവസമാണ്. ഇന്ന് കിട്ടിയിരിക്കുന്ന ചന്ദ്രഭഗവാന്റെ ദിവസം തിങ്കളാഴ്ച. ശുഭനക്ഷത്രം ചോതി നക്ഷത്രം വന്നിട്ടുണ്ട്. മറ്റൊന്ന് സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ദിവസവും കൂടിയാണ്. അപ്പോൾ സൂര്യൻ മേടത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രപഞ്ചനാഥനാണ് സൂര്യൻ. സൂര്യനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കണേ. അതുകൊണ്ട് ജ്യോതിഷശാസ്ത്രപ്രകാരം പുതുവർഷം ആരംഭിക്കുന്നത് മേടമാസം തൊട്ടാണ്. അപ്പോൾ പുതുവർഷം ആരംഭിക്കുന്നത് മേടമാസം തൊട്ടാണ്. അതുകൊണ്ട് ഇന്ന് തൊട്ടാണ് ഈ ഒരു വർഷം ആരംഭിക്കണേ. മലയാള മാസം നമ്മൾ ചിങ്ങമാസം തൊട്ട് ആരംഭിക്കും. ലോകം മുഴുവനും ഇംഗ്ലീഷ് വർഷം ജനുവരി തൊട്ട് ആരംഭിക്കും. പക്ഷേ ജ്യോതിഷശാസ്ത്രപ്രകാരം സൂര്യനെ ആസ്പദമാക്കി മേടമാസം 1-ാം തീയതി തൊട്ടാണ് പുതുവർഷം ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ന് പുതുവർഷം വന്നിരിക്കുന്ന ദിവസം തിങ്കളാഴ്ചയാണ്. അതുപോലെ തന്നെ ചോതി നക്ഷത്രത്തിലാണ് വന്നിരിക്കുന്നത്. ശരിക്ക് വിഷുഫലമാണ് നമ്മൾ ഈ മേടമാസത്തിൻ്റെ 1-ാം തീയതിയിലെ ഇത് വെച്ച് നോക്കുമ്പോൾ വിഷുഫലത്തെ ചിന്തിക്കുന്നതാണ്. കാരണം സൂര്യൻ ഉച്ചത്തിൽ വരുന്ന അല്ലെങ്കിൽ ഒരു സൂര്യനെ ബേസ് ചെയ്തിട്ടാണ് സൂര്യൻ ഉച്ചത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസം തൊട്ട് ഒരു വർഷക്കാലമാണ് നമ്മളുടെ ജ്യോതിഷ വർഷം. ഈ വർഷം ഓരോ നക്ഷത്രക്കാർക്കും വളരെ പ്രാധാന്യമുണ്ട്. ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കും എന്ന് ഞാൻ വളരെ വിശദമായിട്ട് ഓരോ രാശി വെച്ച് 12 രാശിക്കാർക്കും എങ്ങനെയായിരിക്കും, അവരെന്തൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് എൻ്റെ തന്നെ ഒരു ചാനലുണ്ട്, ആചാര്യ വിഷ്വൽ മീഡിയ എന്ന ചാനലിൽ ഞാൻ ഓരോ നക്ഷത്രത്തിനെക്കുറിച്ചും അല്ലെങ്കിൽ ഓരോ കൂറിനെക്കുറിച്ചും വളരെ ഭംഗിയായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കാണണം. കാരണം എനിക്കിതിലൂടെ 12 രാശിക്കാരുടെ ഫലമൊന്നും പറയാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് അതിനെ സെപ്പറേറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ചാനലുള്ളത് കൊണ്ട് ആ ചാനലിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സൗഭാഗ്യപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. അതായത് വീട് വയ്ക്കാൻ, വാഹനം വാങ്ങാൻ, അതുപോലെ ശുഭപ്രദമായ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാൻ. ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കും, ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം കിട്ടും, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. അതുപോലെ സൽസന്താന ലബ്ധിക്ക് അനുകൂലപ്രദമായ വർഷമാണ്. അതുപോലെ വിദേശത്ത് ജോലി വാങ്ങാനോ അല്ലെങ്കിൽ നിൽക്കുന്നിടത്ത് തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മേടമാസവും അല്ലെങ്കിൽ മേടവിഷുവൊന്നും ചിലപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സമയത്തൊന്നും നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ അതുകൊണ്ട് ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയായിരിക്കും. അതുപോലെ ഇന്ന് വിഷുവാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാല സമയം നോക്കിപ്പോണം. 7:50 തൊട്ടാണ് രാവുകാലം ആരംഭിക്കുന്നത്, 9:21 വരെ. അതുപോലെ തന്നെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും നമ്മൾ ഏത് ദിവസമായാലും അവർക്ക് അനുവദിച്ചിരിക്കുന്ന സമയം അവർക്കങ്ങ് വിട്ടുകൊടുക്കുക. അതിൽ ഗുളികകാല സമയം വരുന്നത് 1:56 തൊട്ട് 3:28 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 10:53 തൊട്ട് 12:25 വരെയും. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം ഇന്നും 12:01 തൊട്ട് 12:49 വരെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്, സന്തോഷപ്രദമായ ദിവസമാണ്. ഇന്ന് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ശുഭ്രവസ്ത്രം, നല്ല വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ച് സ്ത്രീകളാണെങ്കിൽ നല്ല വെളുത്ത വസ്ത്രം, പ്രത്യേകിച്ച് വെള്ള കസവുമുണ്ടോ അല്ലെങ്കിൽ അതുപോലെ വൈറ്റ് കളറ് സാരിയോ ഒക്കെ ഉടുത്തുകൊണ്ട് പോകണം. പുരുഷനാണെങ്കിലും മുണ്ടുടുക്കുന്നവരാണെങ്കിൽ മുണ്ടും അതുപോലെ ഷർട്ടും
അല്ലാതെ ആണെങ്കിൽ നല്ല വെളുത്ത വസ്ത്രമോ ഒക്കെ ഇട്ടുകൊണ്ട് പോണത് നിങ്ങൾക്കിന്ന് സന്തോഷത്തെ വരവേൽക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിത്തരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും വിഷുഫലം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.